ഹായ് സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ നാട്ടിലെ ഒരു എണ്ണപ്പനയുടെ ചുവട്ടിലാണ്. ഇതിൽ എണ്ണപ്പന ഇങ്ങനെ പിടിച്ച് പിടിച്ചിട്ട് ഒരു കൊല പഴുക്കുന്നതിന് മുമ്പ് കറുത്ത നിറത്തിൽ ഞാൻ നോക്കി നിർത്തിയിരുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ മടലൊക്കെ ആരോ വെട്ടിക്കളഞ്ഞിട്ട് അതിൻ്റെ പഴുത്ത കായൊക്കെ കുറച്ച് പറിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. എന്നാലും ശരി, നല്ലതുപോലെ ഇങ്ങനെ പഴുത്ത് ചുവന്ന് തുടുത്ത് നിൽക്കുന്ന ഈ എണ്ണപ്പന, അതിൻ്റെ എണ്ണപ്പഴം നമ്മളിതിൻ്റെ തൊലി കഴിക്കുമെന്നാണ് പറയുന്നത്. ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷേ ഇതിനകത്തുള്ള കുരു നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത് പൊട്ടിച്ച് അതിനകത്തുള്ള സാധനം ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരെണ്ണം ഒന്ന് അടർത്തി നോക്കാം. ഇതാണ് സംഗതി, കണ്ടോ? ഇതിങ്ങനെ തൊലി കഴിക്കുമെന്ന് പറയുന്നത്, പക്ഷേ ഞാൻ കഴിച്ചിട്ടില്ല. ഇനി ഒരെണ്ണം കഴിച്ച് നോക്കാം. ഇപ്പം തന്നെ ഒരെണ്ണം കഴിച്ചു നോക്കാം എന്താ സംഗതി എന്ന്. ഫ്രഷ് സാധനം. കൊള്ളാം കേട്ടോ. ഇത് പണ്ട് സായിപ്പ് വന്നിട്ട് കേരളത്തിൽ നിന്ന് കോക്കനട്ട് തിന്നാണ് കായ്പോയത്. കോക്കനട്ട് ട്രീയിൽ നിന്ന് കോക്കനട്ട് പറിച്ചിട്ട് തൊണ്ടും ചവരിയും എല്ലാം പറിച്ച് തിന്നിട്ട് തേങ്ങ തിരിച്ചു കൊടുത്താണ് കായ്പോയി. ചുമ്മാ എല്ലാ ആളുകൾ തിന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ഈ ചിരട്ട നമ്മൾ കല്ലി പൊട്ടിച്ച് ഇതിനകത്ത് സാധനമുണ്ട്, അതാണ് നമ്മൾ തിന്നാനുള്ളത്. ഇത് തല്ലി പൊട്ടിച്ച് നമ്മൾ തിന്നണം. അപ്പോൾ ഈ എല്ലാവരും ഇനി എവിടെയും കണ്ടു കഴിഞ്ഞാൽ പറിച്ച് തിന്നണം. ആണോ? വെള്ളം കുടിക്കുന്നില്ല, ചൂടുവെള്ളം കുടിക്കാമോ? നമ്മളെ ഒരു കൂട്ടുകാരെ എണ്ണം പറഞ്ഞത് ഇത് എണ്ണയാണ്, എണ്ണ നിന്നാ വയറിളക്കം പിടിക്കുമെന്നാ. എന്തുവായാലും ഞാൻ ഒരെണ്ണം കഴിച്ചിട്ടുണ്ട്. മുള്ളൊന്നും കൊള്ളാതെ പറിച്ച് തിന്നോളാൻ പറഞ്ഞു. പക്ഷേ പണി കിട്ടുമെന്നാണ് പറയുന്നത്. എന്തുവായാലും ഞാൻ ഒരെണ്ണം തിന്ന് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മളെ സുഹൃത്തുക്കളെ, ഞങ്ങളെ നാട്ടിൽ വന്നാൽ ഇത് തീരുന്നതിന് മുമ്പ് വന്നാൽ അടുത്ത കൊലയിലെല്ലാം പിടിച്ച് നിൽക്കൊണ്ട് വേണ്ട പഴുത്ത് നിൽക്കുന്ന അടുത്ത കൊല ഇങ്ങനെ വേണ്ട മൊട്ടിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ നാട്ടിലെ എണ്ണപ്പനയുടെ വിശേഷം.